മക്കൾക്ക് പേരിടാനുള്ള അവകാശം മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഏതു പേരും നമ്മുടെ കുഞ്ഞിനിടും. മാതാപിതാക്കളുടെ പേരുകൾ വെച്ച് അർത്ഥം നോക്കിയൊക്കെയാണ് പേരിടുന്നത്. എന്നാൽ ജപ്പാനിൽ ഇത് നടക്കില്ല. മക്കളുടെ പേരിൽ അലങ്കാരം പാടില്ലെന്ന് ജപ്പാനിലെ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയാണ്. സ്വന്തം മക്കൾക്ക് പേര് തിരഞ്ഞെടുക്കാൻ മാതാപിതാക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമില്ലെന്നാണ് പുതിയ നയം. ജാപ്പനീസ് എഴുത്ത് സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നതാണ് കാഞ്ചി ചിഹ്നങ്ങൾ. അവയുടെ ഉച്ചാരണത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പല പേരുകളിലും അനുഭവപ്പെടുന്നുണ്ട്. ഇത് അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പുതിയ നയം കൊണ്ടുവരുന്നത്. അവിടെ മാതാപിതാക്കൾ പലപ്പോഴും മറുനാടൻ പേരുകളാണ് കുഞ്ഞുങ്ങൾക്കായി തിരഞ്ഞെടുക്കുന്നത്. അത് സർക്കാർ തലത്തിലെ ഉദ്യോഗസ്ഥർക്കും സ്കൂളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ കലാപരമായ പേരുകളൊന്നും കുട്ടികൾക്ക് ഇനി ഇടേണ്ടെന്നാണ് പുതിയ നിയമം. എന്നാൽ ചൈനീസ് ചിഹ്നങ്ങളായ കാഞ്ചിയുടെ ഉപയോഗത്തെ വിലക്കുന്നതല്ല പുതിയ നിയമം. ഇനി മുതൽ രക്ഷിതാക്കൾ മക്കളുടെ പേരിന്റെ ഉച്ചാരണം അടക്കം നേരത്തെ പ്രാദേശിക ഭരണകൂടത്തെ അറിയിക്കണം. പുതിയ പേര് നൽകുന്നതിനോടൊപ്പം ആ പേര് നൽകാനുള്ള കാരണം അഥവാ ആ പേര് തിരസ്കരിക്കപ്പെട്ടാൽ നൽകേണ്ട പുതിയ പേരും സർക്കാരിന് സമർപ്പിക്കണം. തെറ്റായ ഉച്ചാരണ രീതികളാണോ എന്ന് പരിശോധിക്കാനാണ് ജപ്പാന്റെ പുതിയ രീതി. കാഞ്ചി ചിഹ്നങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും പുതിയ നിയമം വിലക്കുന്നുണ്ട്. സിനിമ, ആനിമേഷൻ താല്പര്യങ്ങൾ അനുസരിച്ച് കഥാപാത്രങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുക്കുന്നതിനും വിലക്കുണ്ട്. സാങ്കല്പിക കഥാപാത്രങ്ങളുടെ പേരും ഇനി കുട്ടികൾക്ക് നൽകരുത്. 3000-ഓളം കാഞ്ചി ചിഹ്നങ്ങളാണ് നിലവിൽ പ്രയോഗത്തിലുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.